ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു പെയിൻറ്റിങ് വീഡിയോ ആയാലോ. പെയിൻറ്റിങ് ചെയ്യുന്നത് തുണിയിലാണെന്ന് മാത്രം. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് പറഞ്ഞ ഒരു വർക്കാണ്. ഞാൻ ഒരു പെയിൻറ്റിങ് തുണിയിൽ ചെയ്യുന്ന വീഡിയോ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് എന്നോട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഒരു റിങ് വേണം. ഈ റിങ് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഇത് ഒരു 40-50 രൂപയേ ആവത്തുള്ളൂ. പിന്നെ ഒരു വൈറ്റ് തുണി വയ്ക്കാം. വൈറ്റ് അല്ലെങ്കിൽ നമുക്ക് കളർ തുണി ഇഷ്ടമുള്ളത് വെക്കാം. പക്ഷേ എൻ്റെ അടുത്ത് വൈറ്റ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വൈറ്റ് തുണി വെച്ചത്. പിന്നെ നമുക്ക് പിക്ചർ വെക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ വയ്ക്കാം. അന്ന് ഞാൻ വാട്സപ്പിൽ ഇട്ടിരുന്നപ്പോൾ റോസാപ്പൂവാണ് ഇട്ടിരുന്നത്. അപ്പോൾ ആ പിക്ചർ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ റോസാപ്പൂവിൻ്റെ പിക്ചർ വരച്ചത് കാണിച്ചത്. ഇത് നമുക്ക് സ്കെച്ച് എടുക്കുകയോ അല്ലെങ്കിൽ അറിയാവുന്ന രീതിയിൽ വരച്ചെടുക്കുകയോ ചെയ്യാം. പിക്ചർ വരച്ചതിന് ശേഷം ഞാനിതുപോലെ റിങ്ങിൽ വെച്ച രീതിയിൽ വെച്ചാൽ മതി. പിന്നെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പെയിൻറ്റിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് ശേഷം നമ്മൾ പിക്ചറൊക്കെ വരച്ചിട്ട് പെയിൻറ്റ് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ബ്ലാക്ക് പെയിൻ്റാണ് കൊടുത്തത്. അപ്പോൾ എൻ്റെ പെയിൻറ്റ് കുറച്ച് കട്ടിയായതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് ലൂസാക്കിയാണ് ഞാൻ വരച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം ചുമ്മാ നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോൾ ഇതുപോലെയൊക്കെ ഞാനും ഇത് വെറുതെ ചെയ്തതാണ്. പക്ഷേ എനിക്കിതുപോലെ ഒരാൾ ചെയ്ത് കൊടുക്കാൻ പറയുമെന്നൊന്നും ഞാൻ വിചാരിച്ച് ചെയ്തതല്ല. പക്ഷേ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഒരാൾ എന്നെ വിളിച്ചിട്ട് എനിക്കും ഇതുപോലെ ചെയ്ത് തരുമോ, നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ പിക്ചർ വരയ്ക്കാൻ അറിയാത്തവർ, നമ്മൾ ആദ്യമായിട്ട് തുണിയിൽ വരയ്ക്കുമ്പോൾ തെറ്റിപ്പോവോ അങ്ങനെ വല്ല പേടിയുള്ളവർ കാർബൺ ഷീറ്റ് മേടിക്കാൻ കിട്ടും. അത് നീല കളറിലെ കാർബൺ ഷീറ്റ് മേടിക്കരുത്, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് സ്കെച്ച് ചെയ്യുന്ന നേരത്ത് അത് നന്നായിട്ട് പടർന്ന് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വൈറ്റ് തുണിയൊക്കെയാണ് എടുക്കുന്നത് അല്ലെങ്കിൽ സ്കെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ആ തുണിയുടെ സൈഡ് മൊത്തം നീല നിറം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീല നിറത്തിൽ അത് മേടിക്കരുത്, മഞ്ഞ നിറത്തിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നേരത്തെ ഞാൻ റോസാപ്പൂ വരച്ചപ്പോൾ ഒരു തെളിയാത്ത രീതിയിലാണ് സ്കെച്ച് ചെയ്തിരുന്നത്. അതിന് ശേഷം കറുത്ത പെയിൻറ്റ് വെച്ച് നന്നായിട്ട് തെളിച്ച് വരച്ചു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ റോസാപ്പൂവിന് നിറം കൊടുത്തത് ചുവപ്പ് നിറമാണ് കൊടുത്തത്. പിന്നെ നമ്മൾ ഏതൊരു ജോലി ചെയ്യാതിരിക്കുമ്പോഴും കുറേ താമസമുണ്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്ക് പാടാണെന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോകരുത്. കുറച്ച് സമയമെടുത്താണ് ഞാൻ ഈ പിക്ചർ വരച്ചത്. അതുപോലെ നിങ്ങൾ കാണാതെ ഇരിക്കരുത്, സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. ഒന്നാമത്തെ കാര്യം, ഇത് ചെയ്തുകൊണ്ട് വന്നപ്പോൾ പഴയത് കണക്കി എന്നെ ഉണ്ണി സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കി വെച്ചിട്ടാണ് കുറച്ച് സമയമെടുത്ത് തന്നെയാണ് ഞാൻ ചെയ്തത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെറ്റാൻ പറ്റാൻ ഒരിക്കലും പെയിൻ്റ് അടിക്കാൻ നോക്കരുത്, അതൊരു വൃത്തികേടായിരിക്കും. ഒരുപോലെ ലെവലിന് അടിച്ചതിന് ശേഷം നന്നായിട്ട് നമ്മൾ പോളിഷ് ചെയ്ത് പെയിൻറ്റ് വിടണം, ഇല്ലെങ്കിൽ കട്ട കെട്ടി അവിടെ ഇരിക്കാൻ സാധ്യതയുണ്ട്. പൂവിൻ്റെ ഇതളുകൾക്കെല്ലാം നിറം കൊടുത്തതിന് ശേഷം ഇലയ്ക്കും തണ്ടിനും ഒക്കെ നിറം കൊടുക്കണം. അപ്പോൾ ഇലയ്ക്കും തണ്ടിനും ഞാൻ എടുത്തത് പച്ച നിറമാണ് എടുത്തത്, അതും ലൈറ്റ് പച്ചയാണ് എടുത്തത്. സത്യം പറഞ്ഞാൽ ഇത് ഞാനും അത്ര നന്നായിട്ട് പഠിച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നത്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ പറയണം. പോകെ ഞാനും ചിലപ്പോൾ എല്ലാം ശരിയായിട്ട് ചെയ്യുമായിരിക്കും. അപ്പോൾ പൂവിനും തണ്ടിനും ഒക്കെ നമ്മൾ നിറം കൊടുത്തതിന് ശേഷം ഈ പൂവിൻ്റെ റൗണ്ടിനായിട്ട് ഞാൻ ഒരു യെല്ലോ കളറ് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ വർക്ക് തന്ന ആളിൻ്റെ പേരെഴുതുന്നുണ്ട്. പക്ഷേ ആ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ പേരെഴുതുന്നത് കാണിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ പേരെഴുതുന്നത് കാണിച്ചിട്ടില്ല. ഞാൻ റൗണ്ടിനായിട്ട് യെല്ലോ കളർ കൊടുത്തു എന്ന് കരുതി നിങ്ങളൊരു പക്ഷേ ചെയ്യണമെങ്കിൽ അതുപോലെ യെല്ലോ കളർ കൊടുക്കണമെന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈന് അതിൻ്റെ സൈഡിലായിട്ട്, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പൂക്കളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു രീതിയിലുള്ള വർക്കുകളോ കാര്യങ്ങളോ നമുക്ക് ചെയ്തെടുത്താൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. ഇത് ഒരുപാട് ഓവറായിട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരുപാട് ഡിസൈനും കാര്യമൊന്നും കൊടുത്തിട്ടില്ല. അതിനുശേഷം ഞാനിത് അപ്പം നമ്മുടെ പെയിൻറ്റും കാര്യമെല്ലാം കഴിഞ്ഞതിന് ശേഷം
ഞാനിതൊരു പില്ലോ ആക്കി എടുക്കാനാണ് പോകുന്നത്. നമുക്ക് തന്ന ആൾ ഇതൊരു പില്ലോ ആക്കി കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ വലിയ പില്ലോ വേണ്ട, ചെറിയ ഒരു തലയണ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും ഓവറായിട്ടുള്ള തലയണയല്ല, കുഞ്ഞു തലയണയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാൻ റിങ്ങിൽ നിന്നും ഇത് പെയിൻ്റ് അടിച്ച തുണി റിമൂവ് ചെയ്തിട്ട് അമ്മയുടെ മെഷീനിൽ കൊണ്ടുപോയി 3 സൈഡും ജസ്റ്റ് ഒന്ന് കൂട്ടി തയ്ച്ചിട്ടുണ്ട്. അതിനുശേഷം പഞ്ഞി കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അമ്മ തയ്ച്ചതിൻ്റെ വേസ്റ്റ് തുണികളൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഞാൻ അവളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എൻ്റെ കയ്യിൽ പഞ്ഞിയൊന്നും ഇല്ല എന്നും. ആൾ സമ്മതിച്ചത് കൊണ്ടാണ് തുണി കയറ്റിയത്. തുണിയെല്ലാം വെച്ചതിന് ശേഷം കൂട്ടി തയ്ച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പേര് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. വീഡിയോ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പേരൊക്കെ എഴുതിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതെനിക്ക് പെട്ടെന്ന് കിട്ടിയ വർക്കായതുകൊണ്ടാണ്, ഞാൻ വേറെ പ്ലാനും കാര്യമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പില്ലോ ചെയ്തെടുത്തത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് വരെ താങ്ക് യു.